ES ട്രാവലിൻ്റെ ഒരു കാശ്മീർ സീരീസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സോനാമർഗിലേക്കാണ്. ഗുൽമർഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐസ് കാണുന്ന ഒരു കാശ്മീരിലെ ഒരു വാലിയാണ് സോനാമർഗ്. ശ്രീനഗറിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് സോനാമർഗിലെത്താൻ. ശ്രീനഗറിൽ ലേ ലഡാക്കിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ സോനാമർഗ് എന്ന് പറയുന്ന സ്ഥലവും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. പോകുന്ന ഏകദേശം സ്റ്റാർട്ടിംഗ് വഴികളെല്ലാം തന്നെ കശ്മീരിൻ്റെ തനത് സ്റ്റൈലായ നല്ല പച്ചപ്പ് നിറഞ്ഞ മലകളും അതിൽ നിന്ന് ഒഴുകി വരുന്ന പുഴകളും അതിൽ കൂടെ കാണുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലെല്ലാം. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരം പിന്നിട്ടപ്പോൾ റോഡിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ടെറൈൻ സ്റ്റൈൽ തന്നെ മൊത്തത്തിലൊന്ന് മാറി. ആ ഗ്രാമീണതയെല്ലാം മാറി. ഇപ്പോൾ സൈഡിൽ സിന്ധ് റിവറും അതുപോലെ തന്നെ മഞ്ഞ് നിറഞ്ഞ മലകളും മാത്രമായി കാണാൻ തുടങ്ങി. റോഡിൻ്റെ എല്ലാം ആ ടെറൈൻ എന്ന് പറയുന്നത് അത്ര സ്മൂത്തായ റോഡല്ല. എന്നാലും ദൂരെ കാണുന്ന മഞ്ഞിൽ പുതച്ച മലകളും സൈഡിലൂടെ ഒഴുകുന്ന ഈ പുഴയും ഈ പുഴയുടെ ഇടയ്ക്കുണ്ടാകുന്ന നല്ല ഭംഗിയുള്ള തീരങ്ങളും മഞ്ഞുമെല്ലാമായിട്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ റോഡിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിലുള്ള ചെറിയ കുഴികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. നമുക്ക് ആവേശം കൂടുന്നതേ ഉള്ളൂ. നമുക്ക് ഇതും കൂടെ ഒരു ഹരമായിട്ട് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ദൂരം പോയപ്പോഴേക്കും സോനാമർഗിൻ്റെ സ്ഥിരം എൻട്രൻസ് ആയ പാലത്തിലേക്ക് നമ്മളെത്തി. ഈ പാലത്തെ നമ്മളിൽ മിക്കവർക്കും പരിചയം ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ ഒരു ഫോട്ടോ, വിന്റർ സീസണിലുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഈ കുതിര സവാരിക്കാർ മിക്കവാറും സോനാമർഗിലേക്ക് പോകുന്നവരായിരിക്കാം. അല്ലാത്ത പല സ്ഥലങ്ങളിലും ഈ റോട്ടിൽ സ്ഥിര താമസം ആരും ഉണ്ടാവാറില്ല. ഇതാണ് നമ്മുടെ സോനാമർഗ് എന്ന് പറയുന്ന നമ്മൾ മെയിൻ റോഡിലുള്ള ഈ സ്ഥലം. നല്ല അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരും അവരുടെ കുതിരകളും ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ട്രക്ക് ചെയ്താൽ നമുക്ക് തജ്വാസ് എന്നറിയപ്പെടുന്ന ഒരു മഞ്ഞ് നിറഞ്ഞ മഞ്ഞിൽ പുതച്ച ഒരു മല തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ ഗ്ലേഷ്യറിലേക്ക് ഒന്ന് പോകണം. ആ ഗ്ലേഷ്യർ ഒന്ന് കണ്ട് ആ ഗ്ലേഷ്യറിൽ പറ്റാവുന്നത്ര ഐസ് ട്രക്കിംഗ് കൂടെ നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. തുടക്കത്തിൽ നല്ല കല്ല് പതിച്ച റോഡുകൾ തന്നെയാണ്. അങ്ങോട്ടുള്ള വഴി നമുക്ക് കൂടുതൽ കൺഫ്യൂഷനൊന്നും ആവേണ്ടതില്ല. ഒരുപാട് ഗോഡകളും അവരുടെ ആൾക്കാർ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ബാക്കിൽ തന്നെ വെച്ച് പിടിച്ചാൽ മതി. എന്തായാലും കുറച്ച് നേരം ആ മലയുടെ മുകളിലേക്ക് കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്ഥലത്തിൻ്റെ വ്യൂ ആണ് ഇത് കാണുന്നത്. മിക്കവാറും ആൾക്കാരെല്ലാവരും തന്നെ കുതിര സവാരി നടത്തുന്നത് കൊണ്ട് കാൽനടയായിട്ട് ട്രക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവ് തന്നെയാണ്. കുതിര സവാരി നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ഒരു കുതിര തൽക്കാലം ഒരു റെന്റിനെടുത്ത് നമ്മൾ ഒന്ന് ചെറിയൊരു സവാരി നടത്തി നോക്കി. ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ അതും കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. എന്തായാലും വല്ലാത്തൊരു നല്ലൊരു അനുഭവവും നല്ലൊരു ആംബിയൻറ്റും. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഒരു കുതിരയും മേടിച്ച് ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കിൽ അതിന് വല്ലാത്തൊരു രസമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമെങ്കിലും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും അതുപോലെ പ്രശ്നങ്ങളും ഒരുപാട് കുറവായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് തോന്നുന്നു. എന്തായാലും കുതിര സവാരിയെല്ലാം മതിയാക്കി നമ്മൾ നടത്തം വീണ്ടും തുടർന്നു. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇടതും വശത്തുമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുതിരകൾ പോകുന്ന വഴിയിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവർക്ക് സൈഡ് ഒഴിഞ്ഞ് നമുക്കിങ്ങനെ നടന്നു പോവാം. ഒരുപാട് ആൾക്കാർ ആ ഗ്ലേഷ്യറിലേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ സോനാമർഗിലെ മെയിൻ ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ തജ്വാസ് ഗ്ലേഷ്യർ. ഇവിടെ നിന്ന് 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരമുണ്ട് അങ്ങോട്ടെന്നാണ് അവർ പറയുന്നത്. അവിടേക്ക് കാൽനടയായിട്ട് ട്രക്ക് ചെയ്ത് പോകുന്നവർക്ക് അങ്ങനെ പോവാം. അല്ലാത്തവർക്ക് കുതിരപ്പുറത്ത് സവാരിയായിട്ട് പോവാം. തുടക്കത്തിൽ നല്ല റേറ്റ് അവർ പറയുമെങ്കിലും അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ റേറ്റ് കുറക്കാൻ നല്ല സാധ്യതയുണ്ട്. അത് ഈ കാശ്മീരിലെ എല്ലാ സ്ഥലത്തും തന്നെ അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറേ ദൂരം ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ, നടന്നു വരുന്ന ആൾക്കാർ ഒരു ഷോർട്ട് വഴിക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ ഞാനും അവരുടെ പിന്നാലെ തന്നെ പോകാൻ ഉദ്ദേശിച്ചു. പക്ഷേ ആ വഴി കുറച്ച് നല്ല സ്റ്റീപ്പായ വഴിയായതുകൊണ്ട് തൽക്കാലം വീഡിയോ ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സ്റ്റീപ്നെസ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ആ കുതിരകളൊന്നും തന്നെ ഇതുവഴി വരാത്തത്.
ഈ മുന്നിൽ കാണുന്ന ഇത്രയും ദൂരങ്ങൾ താണ്ടി വേണം നമുക്ക് ആ ഗ്ലേഷ്യറിലേക്ക് എത്താൻ. എന്തായാലും താഴെ എത്തി നോക്കുമ്പോൾ ആ കുതിരകൾ വരുന്ന വഴി കണ്ടില്ല, അത്രയും ദൂരം നമുക്ക് നല്ല സ്റ്റീപ്പാണെങ്കിലും ഇതുവഴി ഇറങ്ങിയത് കൊണ്ട് അത്രയും ദൂരം നമുക്ക് ഷോർട്ടായിട്ട് വരാൻ പറ്റി. യൂട്യൂബർ പിന്നെ ഒരുപാട് നമ്മൾ ദൂരം മൈതാനത്തിലൂടെയും മഞ്ഞിലൂടെയും നടന്ന് ഏകദേശം നമ്മൾ തജിവാസ് ഗ്ലേഷ്യറിന്റെ അടുത്തെത്തി. കുറച്ചു നേരം അവിടെ നിന്ന് നോക്കി അതിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ആ പാലം കയറി നമ്മൾ അക്കരെ എത്തി. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ പാലത്തിൽ കൂടെ ആൾക്കാർ പോകുന്നതും അതിന്റെ വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. യാക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അവർക്ക് എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് ഇവിടെ ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. യാക്ക്, അതുപോലെ ഐസ് സ്ലഡ്ജേഴ്സ്, അതുപോലെയുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ കാണുന്ന എല്ലാവരും തന്നെ. ഐസിനെല്ലാം തണുപ്പ് കുറവാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഐസെല്ലാം കയ്യിലെടുക്കുന്നുണ്ട്. നമ്മളും ഇവിടെ വന്ന് കാശ്മീരിൽ വന്നിട്ട് ഒരുപാട് ദിവസമായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി തണുപ്പായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഈവൺ ഗ്ലൗസ് ഇല്ലാത്ത പോലും നമുക്ക് ഇതിലൂടെ നടക്കാനും ഇതിലൂടെ ഐസ് എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഏകദേശം നമ്മളെ ബോഡി അതിന് അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ. ഇതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് നിങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം പറഞ്ഞു. ഈ മഞ്ഞിലൂടെ സ്ലഡ്ജേഴ്സിൽ അവർ വലിച്ചുകൊണ്ട് നമ്മളെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. അതിനുശേഷം അവിടുന്ന് താഴേക്കും അതുപോലെ വരുന്ന ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്ലേഷ്യറിന്റെ മുകളിലേക്ക് ഒരു ഐസ് ട്രക്കിംഗ് നടത്താനായതുകൊണ്ട് കുറച്ച് ദൂരം നടന്നു നോക്കാം നമുക്ക്. ഇത് ഉദ്ദേശിച്ച അത്ര ഈസി അല്ല കേട്ടോ ഗൈസ്. നമ്മൾ ചവിട്ടുമ്പോൾ സ്റ്റെപ്പ് പകുതിയും താഴേക്ക് തന്നെ പോകുന്നതുകൊണ്ട് ഒരു മണലിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. പിന്നെ മണലിനേക്കാളും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുഴിഞ്ഞും പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് ദൂരം നമ്മളൊരു വടിയൊക്കെ കിട്ടിയപ്പോൾ ആ വടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറേ ദൂരം നടന്നു. നല്ല ടയർഡായിട്ടുണ്ട് ഓൾറെഡി. സാവധാനമാണ് നടന്നു കയറുന്നത്. പ്രത്യേകിച്ചും ബാഗും കൂടെ ഉള്ളതുകൊണ്ട് വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി ഒരുപാട് നടന്നു. വല്ലാത്തൊരു ഫീലുള്ള നല്ലൊരു വൈബ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത്. ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ ഇത്രയും ദൂരം ഇനി നമുക്ക് മുന്നോട്ട് നടന്ന് കയറാനുണ്ട്. ഇവിടെ ഈ ഐസിലൂടെയൊക്കെ ട്രക്ക് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരുന്ന പോലെ ഐസും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്തിട്ട് താഴേക്ക് വരാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഏരിയയിലൂടെ നടക്കുമ്പോൾ പ്രോപ്പർ ഗൈഡുമാരോ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇത് നല്ല ഐസ് ഇടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താഴെ നിന്ന് സെക്യൂരിറ്റിക്കാർ ഒരിക്കലും തന്നെ നമ്മൾ ഇത്രയും മുകളിലേക്ക് വരുന്നത് അവർ സമ്മതിക്കുന്ന ഒരു കാര്യമല്ല.
എന്തായാലും നമ്മൾ മുകളിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും പറ്റാവുന്ന അത്ര മുകളിലേക്ക് കയറി നോക്കാം. നല്ല ടയർഡായി ഗൈസ്. വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ നടക്കാനും പറ്റുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അത്ര സേഫ് അല്ലാന്ന് തോന്നുന്നു. കാരണം നല്ല മഴക്ക് ചാൻസ് ഉണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാലാവസ്ഥയിൽ മുകളിലേക്ക് ഇനിയും നടന്നു കയറി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പ്രത്യേകിച്ചും നമ്മൾ നന്നായി ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതുവരെ നിന്ന് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ കണ്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവം. എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അപ്പോൾ ശരിക്കും നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കാൻ പറ്റുന്ന ജീവിതത്തിലൊരു അനുഭവം. പറ്റാവുന്നവരെല്ലാവരും തന്നെ സോനാമർഗിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും എന്നുള്ളത് എനിക്കറിയാം. എന്നാലും പറ്റാവുന്നവരെല്ലാം കാശ്മീരിൽ വരാൻ ട്രൈ ചെയ്യുമ്പോൾ സോനാമർഗിലേക്ക് വരണം. ഹെൽത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും പറ്റുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഐസ് ട്രക്കിംഗ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായും തോന്നുന്നു. ജീവിതത്തിൽ എല്ലാവർക്കും ഇത്തരം സ്ഥലങ്ങൾ കാണാത്തവർക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ കാശ്മീർ സീരീസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും വേറെ ട്രാവൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്കും സൈനിങ് ഔട്ട്. താങ്ക് യു ആൻഡ് ബൈ.